വന്ന് വന്ന് ഇഡലിയുടെ വലിപ്പം 1 രൂപ തൊട്ടിന്റെ പരുവത്തിലായി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ, അതിന് നീ ഞാൻ ദേഷ്യപ്പെട്ടാലോ? തമാശ. ജാനകി, എന്റെ കുഴമ്പ് തീർന്നു. ഗോപിയോട് പറഞ്ഞില്ലേ നീ? ഇല്ല, രാവിലെ മേൻ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമം ഏട്ടന് കണ്ടതല്ലേ. എന്തിനാ ശങ്കര നീ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? അമ്മേ, അത് ആകെ ഒരു വേദന. വേദന ഒക്കെ തോന്നല. കഴിഞ്ഞ ആഴ്ചയാ 100 രൂപയുടെ എണ്ണയും കുഴമ്പും വാങ്ങിയത്. അത് തീർത്തു നീ. മുത്തശ്ശിക്ക് കുഴമ്പ് വാങ്ങണം, അതും ഇന്ന് തന്നെ വേണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു കാര്യം. എന്തിനാ എന്റെ കുട്ടി നീ ഈ നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങണേ? കാലത്ത് തന്നെ അവര് വന്ന് പറയുന്ന വേണ്ടാതിനൊക്കെ ഈ അമ്മയെ കൂടെ കേൾപ്പിക്കണോ? മുത്തശ്ശി ആശുപത്രി കിടന്നപ്പോ പിടിച്ച ചിട്ടിയാ. അമ്മയ്ക്ക് അറിയാലോ, കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. വായു പിന്നെയും കോപിച്ചിരിക്കണോ എന്റെ ഗോപി? ആ നാണുവൈദ്യരുടെ ഗുളിക കിട്ടിയിരുന്നീ അവനൊന്ന് പിടിച്ച് കെട്ടായിരുന്നു. പിടിച്ചു കെട്ടണ്ട, അതങ്ങ് തുറന്നു വിട്ടാ മതി. ജാനകി, വരണം. ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അമ്മാവിന്റെ മോന്റെ കണ്ണ് കണ്ട് ഞാൻ ചൂർന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ, അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം വേണ്ട. സ്വന്തം ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു തരാം. നീ തന്നെയാണോ എന്റെ ശത്രു? പോ. വേണ്ടേ? ഹലോ, വരണം. ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെ ആയിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണ വയ്ക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാർ 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധിക നാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞു വിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നായിരുന്നു. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുകയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവ? ജാതകവശ നല്ല സമയാ എന്റെ കുട്ടിക്ക്. എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കള് കുറയ്ക്കുന്നു. ആരാത്? പോറ പട്ടി വരുന്നത്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ. എന്റെ മോനി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിനക്ക് 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 എന്നെ അപ്പുണ്ണി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്. ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. മോനെ അപ്പുണ്ണി, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി, കരയരുത്. ആരും ദുഃഖിക്കണ്ട.
ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. ആ കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി നീ വലിക്കണേ? വല്ലതും കഴിക്കേ പോയിട്ട്. വേദനിക്കുന്നു. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. വളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചു തരണോ? വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ? ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്. ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ കുളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതര നോട്ടവും ശൃംഗാരവും. ശ്ശോ, ഒന്നും മിണ്ടാണ്ടിരിക്കോ വിജയേട്ടെ. വരൂ, നമുക്ക് പോവാം. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞേ? സൗമ്യയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്കും ഒപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ? ചെവി ഇങ്ങോട്ട് തരൂ. എന്റെ അമ്മോ. എന്താ? അയ്യേ. ഞെട്ടരുത്. എടാ തന്തയ്ക്ക് പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്ന്. ഉണ്ടാ ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ, ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോയിടും ശരി പോവാൻ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞോ? ഓ, മുണ്ടും നേരിതും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലേ. കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാണെന്നാ ഏട്ടൻ പറഞ്ഞത്? വാരിശ്ശേരിൽ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ അത്? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണ്ണി? ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയുന്നില്ല. വേണ്ട. അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ എന്തോ? ഇപ്പൊ ഇനി ആരും അവളോടൊന്നും പറയാൻ പോണ്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട അതിനോട് പൊന്നും പണവും കെട്ടി വെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ. ഏട്ടൻ വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. 1 2 3 4 5 കുരുവികൾ. 1 2 3 4 5 കുരുവികൾ രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുവെച്ചല്ലോ. രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുവെച്ചല്ലോ. റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ 5. റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ 5. പാട്ടും പാടി പറന്നു പോയല്ലോ. പാട്ടും പാടി പറന്നു പോയല്ലോ. ടീച്ചറിനെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ. ഒന്ന് വന്നേ. ഒരു മിനിറ്റ്.
എന്താണാവോ ഇന്നും അച്ഛനുമായിട്ട് വല്ലതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഏയ് കക്ഷിയുമായിട്ട് ഇനി ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടാമെന്ന് കരുതി വന്നത് അതിനല്ല. ആ ബാങ്ക് ലോണിന്റെ കാര്യത്തെ പറ്റി ഞാൻ മായോട് പറഞ്ഞിരുന്നില്ലേ? അത് 2 ആഴ്ചയ്ക്കും ശരിയാക്കി തരാമെന്ന് മാനേജർ ഏൽപ്പിക്കുക. പക്ഷേ അതിനു മുമ്പ് ചില ആചാര മര്യാദകളൊക്കെ ഉണ്ടല്ലോ. എന്താ മനസ്സിലായില്ല അല്ലേ? അയാളുമായിട്ടൊന്ന് കൂടണം. കയ്യിലാണെങ്കിൽ കാലണയില്ല. മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിലും കാലണയില്ല. വാങ്ങിച്ച കാശ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ ഗോപിയേട്ടൻ? മാത്രമല്ല വല്ലവനും മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. ഗോപിയേട്ടാ, അങ്ങനെയെങ്കിലും ഒന്ന് ചൂടാവൂല്ലോ എന്ന് കരുതി ഞാൻ അഭിനയിച്ചതാ. സൗകര്യമായിട്ട് ഒരു ദിവസം ചൂടാവും. എന്താ? ഇന്നലെ ഇവിടെ നിന്ന് മുറിച്ചു കൊടുത്ത തുണിയല്ലേ ഇത്? അതെ. 1/2 മീറ്റർ ഇതിൽ കുറവാന്നാ ഇയാളുടെ കംപ്ലൈന്റ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല സാർ. ഞാൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ചു കൊടുത്തതാ. എനിക്കിതൊക്കെ മനസ്സിലാവൂടൂ. 1/2 മീറ്റർ എങ്കിൽ 1/2 മീറ്റർ ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണി ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അയ്യോ, അബദ്ധത്തിൽ വല്ലതും എന്ത് അബദ്ധം? ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. 1/2 മീറ്ററിന്റെ കാശ് ഞാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഇത്തിരി പ്രാരാബ്ധമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതൊരു മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. വിട്ടുകള ഗോപി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ മോഹനേട്ടാ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനെ എങ്ങനെ അയാളുടെ ചെവിയിൽ എത്തിക്കുന്നുള്ളതാണ് പ്രശ്നം. എന്ത് പറ്റി? ഒരു ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? മാനേജർക്ക് ഇന്ന് രാത്രി ഒരു ട്രീറ്റ് കൊടുത്തു. ട്രീറ്റോ? അതെന്താ? ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുടിപ്പിച്ച് കിടത്തുക എന്ന് പറയും. ഏറ്റു, തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ പറ. എത്ര രൂപ വേണമെന്ന് എനിക്ക്? 2 ലക്ഷം രൂപ വേണം. അയ്യോ വേണ്ട സാർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒഴിക്കണോ? മതി സാർ. താ ഒട്ടും കഴിച്ചില്ലല്ലോ. അല്ല, ഫുൾ ഫിറ്റ് ആണ് സാർ. 5 ലാർജ് ഞാനും വിട്ടു. ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സാർ. വീട്ടിലെ കാര്യം ഓർത്ത് ആരാടോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സാർ? കർത്താവേ, ഞാൻ ഭർത്താവില്ലാതെ പറ്റൂ. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേഴും ചത്തു. എന്റെ പൊന്ന് സാറേ, ഇത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ, നമുക്ക് പോവാം. വന്നേ. കയ്യിലോ? ഹായ് ഗോപി, കാർ ചേസ്. മഹാഭാഗ്യവാൻ, നല്ല കാലം വരുന്നുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 125 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട്. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒന്നും പറയണ്ട. പണിക്കരേട്ടൻ ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടില് കാക്കക്കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. തൽക്കാലം ദാ ഇത് വെച്ചോളൂ. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട്. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു നെയിം ബോർഡും. ജ്യോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണ പണിക്കർ. പോട്ടെ, സമയമില്ല. ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം. ഇവിടെ പറയുന്നൊക്കെ അച്ചട്ടായിരിക്കും കേട്ടോ മാവാ. വരട്ടെ. അയ്യോ, എന്റെ പോക്കറ്റ് അടിച്ചേ. വണ്ടി നിർത്ത്. ഈശ്വര, അപ്പൊ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ്. ആരും ബഹളം വയ്ക്കണ്ട. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം.
പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു ഒരു PSC ടെസ്റ്റ് ഉള്ളതാ. സമയമായി. പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്റത്തരം കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ. നമുക്ക് തന്നെ തപ്പാം. വാ വാ വാ. അല്ലാതെ പറഞ്ഞത് പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ. ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം. എന്നെന്താ ചെക്ക് ചെയ്യുന്നത്? അതേ കുന്നം പോയ കുടത്തിനും തപ്പണമെന്നാ. മാറിനെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്? പോലീസ് മാത്രമല്ല മനുഷ്യനെ വിചാരിച്ചാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാ. പിന്നെ എടുത്തിട്ടില്ല എന്തിനാ പഠിക്കുന്നത്? ഞാൻ ചെക്ക് ചെയ്യാം. ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കള്ളനല്ല. ഞാൻ പോക്കറ്റടിക്കാരനല്ല. സത്യമായിട്ടും എനിക്ക് ടെസ്റ്റ് ഉള്ളതാ. എന്നെക്കൂട്ടം പിരിഞ്ഞു പോണേ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കേ. അയ്യോ വരല്ലേ. അയ്യോ ആരെങ്കിലും എത്തിക്കാൻ പോകുന്നുണ്ട്. അയ്യോ കാര്യം പറഞ്ഞിട്ടാണ്. അയ്യോ പറയാ കൊണ്ടുവന്നു. അത്രയ്ക്ക് ദാഹമുള്ളണ്ടാ. ഒരു ചായ 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ. മോനെ എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശ് ഞാൻ പിന്നെ തരാം. പിന്നെ? എന്റെ അഭിമാനത്തിൽ ഞാൻ പിന്നെ തരാം. അവിടെ നിന്ന് എനിക്ക് പൈസ കുറച്ചു തരാം. അവിടെ നിൽക്കേ. ഈ രീതിക്ക് നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ. ആടാ നിന്നെ വിടൂലടാ. നമസ്കാരം വസൂട്ട. ഗോപിയെ ഇതുവഴി കണ്ടിട്ട് കുറെ ആയല്ലോ. നേരം കിട്ടണ്ടേ? കട പൂട്ടി വീട്ടിൽ എത്തുമ്പോ തന്നെ 9 മണി കഴിയും. എന്തായി പെങ്ങന്മാരുടെ കല്യാണമൊക്കെ ശരിയായോ? 2-3 അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല. ശരിയാ. കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ? സത്യമാണോ വാസുട്ടേ പറയുന്നത്? അല്ല, ഗോപി വെറുതെ വന്നതാ? ഔസേപ്പച്ച മുതലാളിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. ഈ തീയിലിട്ട സ്വർണം കാണാൻ നല്ല ഭംഗിയല്ലേ? സാധാരണയായി വാസുട്ടൻ ഇവിടുന്ന് സ്വർണം ഒരുക്കി കൊടുക്കാറുണ്ടോ? എന്താ ഉരുക്കാൻ സ്വർണം ഉണ്ടോ കയ്യില്? അല്ല, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 2 കോടിയുടെ സ്വർണം പിടിച്ചു, 3 കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് എന്തിനാ ഗോപി തല ഉണ്ടാക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മളത് തല പുണ്ണാക്കാക്കുന്നത്. സാർ, ഞാൻ വൈകിട്ട് വീട്ടിലെത്തിച്ചോളാം. എത്ര ദിവസമായി അറിഞ്ഞാലുണ്ടാക്കാൻ തന്നിട്ട്? നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ? നാളെ അല്ലേ സാർ? ഇനിയും സമയം എത്ര കിടക്കുന്നു? ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം. പോരെ? എന്റെ ഉറപ്പല്ലേ? ആ, വണ്ടിയുടെ. ആ, പിന്നെ കള്ളക്കടത്തുകാർ എറിഞ്ഞു കളഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട്. സ്വർണം വിൽക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. ഓ, ചെക്കൻ അന്ന് രാത്രിയില് താമസിച്ചു വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം. മനസ്സിന് പിരിമുറുക്കുണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും, ഗോവിന്ദേട്ടൻ വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100-200 പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്ത. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം. മോഹൻ ഇവിടെ വന്നിരുന്നു. നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു.
എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി. ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിലും ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാമ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാൻ ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ള സ്ഥലം വിറ്റിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും. ഗോപി, ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ കേട്ടില്ലേ ജാനകി? നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരായിരുന്നോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. വരട്ടെ. പിന്നെ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. ആയിക്കോട്ടെ. ദാ ഇത് വെച്ചോ. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. തരാം. ഗോപി, പാല്. ചേട്ടാ, എല്ലാം പരിഹരിക്കാം. അതിന് ഓടിക്കോ, 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 ഓടിക്കോ.